ഇടുക്കി കാഞ്ചിയാറിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ് ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ മറ്റപ്പള്ളി കാവടിക്കവല മേഖലകൾ. ഇവിടെ ഒരു ഭാഗത്ത് വനം വകുപ്പിന്റെ തേക്ക് പ്ലാന്റേഷനാണ്, മറുഭാഗം ജനവാസ മേഖലയും. വർഷങ്ങളായി വിവിധ സമയങ്ങളിൽ ഈ ഭാഗത്ത് കാട്ടാന ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കണക്കിലെടുത്ത് വനം വകുപ്പ് മറ്റപ്പള്ളി മുതൽ 1 കിലോമീറ്റർ ഭാഗത്ത് സോളാർ വൈദ്യുതി സ്ഥാപിച്ചിരുന്നു. ബാക്കി ഭാഗവും വനമേഖലയും ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവിടെയും അടിയന്തരമായി വൈദ്യുതി വേലി സ്ഥാപിച്ച കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ കാവടിക്കോല ഭാഗത്തും അതുപോലെ തന്നെ മറ്റപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ദിവസങ്ങളായിട്ട് ആനശല്യം ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. ജനവാസ മേഖലയിലും പറമ്പിലൊക്കെ കയറി വാഴയൊക്കെ ഒടിച്ച് തിന്ന് ഇങ്ങനെ ജനങ്ങളെ കണ്ടാലൊന്നും ഒരു കൂസലും ഇല്ല. അതുപോലെ ശല്യമായിട്ടുണ്ട്. അത് ഇപ്പം ഒന്ന് പരിഹരിക്കണമെങ്കിൽ നമുക്ക് ഇപ്പം നിലവിൽ നമ്മുടെ മാറ്റപ്പള്ളി കുരിശുപള്ളിയുടെ ഭാഗം മുതൽ ഒരു കിലോമീറ്റർ 200 മീറ്ററാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോരാ, നമുക്ക് മുഴുവൻ ഭാഗവും, അതായത് ഈ കാവടിക്കോല കേന്ദ്ര ഭാഗം കൊണ്ടും അതുപോലെ പേഴുങ്കണ്ടത്തേക്ക് പോകുന്ന ആ സൈഡും അതും കൂടെ പൂർണ്ണമായിട്ടും ഫെൻസിങ് ഇട്ടാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ആനശല്യത്തിൽ നിന്നും ഒരു പരിധി വരെ രക്ഷ നേടുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മറ്റപ്പള്ളി ഭാഗത്ത് കാട്ടാന രാത്രിയിൽ ഇറങ്ങിയിരുന്നു. കാവടിക്കവല ഭാഗത്ത് ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വാഴയടക്കമുള്ള കാർഷിക വിളകൾ നശിപ്പിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ചും മറ്റും ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുന്നുണ്ടെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇവ തിരികെ എത്തും. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാട്ടുകാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും. സിറ്റി വിഷൻ, കട്ടപ്പന.